അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ താരീഖിൻ്റെ 4ാമത്തെ പാഠം അദ്ദർസുർ റാബിഉ, പാഠം 4, മദീന കരാർ. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വരുമ്പോൾ മദീനയിൽ മുസ്ലിങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. എന്നിട്ടും മദീന ദഅവത്തിന് അനുയോജ്യമായ നാടായി. മദീനയിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നുള്ള ആളുകൾ താമസിച്ചിരുന്നു. ഔസ്, ഖസ്റജ് ഗോത്രങ്ങളിൽ അൻസാറുകളായ മുസ്ലിങ്ങൾ, ബനു ഖൈനുഖാഅ്, ബനു ഖുറൈള, ബനു നളീർ എന്നീ ജൂതഗോത്രങ്ങൾ, ഇതുവരെ ഇസ്ലാമിലേക്ക് മതം മാറിയിട്ടില്ലാത്ത ബഹുദൈവ വിശ്വാസികൾ. ഇങ്ങനെ വ്യത്യസ്തരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ളവരെയെല്ലാം ഒരേ സ്ഥലത്ത് താമസിക്കുമ്പോൾ അവരുടെ ജീവിതം ക്രമീകരിക്കാനും തർക്കങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ഒരു സംവിധാനം ആവശ്യമായി വരുമല്ലോ. അതിനായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്നു ഒരു കരാർ ഉണ്ടാക്കി. അത് പിന്നീട് മദീന കരാർ എന്ന് അറിയപ്പെട്ടു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാർ ഉണ്ടാക്കി. അത് പിന്നീട് മദീന കരാർ എന്ന് അറിയപ്പെട്ടു. മദീന കരാറിൻ്റെ ഉള്ളടക്കം മുസ്ലിങ്ങളും ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളും ഒരു ദേശത്തെ ജനങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടേതായ മതങ്ങളുണ്ട്. മദീനയെ സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും കടമയാണ്. മദീന നിവാസികൾ ആരും മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാൻ പാടില്ല. അവർ ഒരു അക്രമിയെയും സഹായിക്കാനും പാടില്ല. ഇതായിരുന്നു മദീന കരാറിൻ്റെ ഉള്ളടക്കം. അങ്ങനെ മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി. ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ കരാറിന് സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകൾക്കും നീതിയും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. മദീന കരാർ ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടന. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചു. ഇതാണ് പാഠഭാഗത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. നമുക്കിനി തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ 1ാമത്തെ ഭാഗം ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. ശരി എന്നതിന് ശരിയെന്നും തെറ്റ് എന്നുള്ളതിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തുക. ചോദ്യം 1. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഇതര മതസ്ഥരോട് സൗഹൃദം സ്ഥാപിച്ചു. ശരിയാണ്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഇതര മതസ്ഥരോട് സൗഹൃദം സ്ഥാപിച്ചു. 2. മദീന കരാറ് മുസ്ലിങ്ങളുടെ സുരക്ഷ മാത്രമാണ് പരിഗണിച്ചത്. അത് തെറ്റാണ്. മദീനയിലുള്ള എല്ലാ മതസ്ഥരുടെയും ബഹുദൈവ വിശ്വാസികളുടെയും എല്ലാം സുരക്ഷ പരിഗണിച്ചായിരുന്നു ഉണ്ടായത്.
ചോദ്യം 3. അൻസാറുകൾ ഔസ് ഖസ്റജ് ഗോത്രക്കാരായിരുന്നു. ശരിയാണ്. ചോദ്യം 4. മദീന കരാറ് എല്ലാവരുടെയും അവകാശങ്ങളെ പരിഗണിച്ചിരുന്നു. മദീന കരാറ് എല്ലാവരുടെയും അവകാശങ്ങളെ പരിഗണിച്ചിരുന്നു. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ചർച്ച ചെയ്യാം എന്നതാണ്. ചർച്ച ചെയ്യാം എന്നതാണ് രണ്ടാമത്തെ ഭാഗം. അതിൽ ചോദ്യം 1 നമുക്ക് നോക്കാം. മദീന കരാറിൻ്റെ അനിവാര്യത എന്തായിരുന്നു? ചോദ്യം 1. മദീന കരാറിൻ്റെ അനിവാര്യത എന്തായിരുന്നു? ഉത്തരം: വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ളവരെയെല്ലാം ഒരേ സ്ഥലത്ത് താമസിക്കുമ്പോൾ അവരുടെ ജീവിതം ക്രമീകരിക്കാനും തർക്കങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ഒരു സംവിധാനം ആവശ്യമായി വരുമല്ലോ. അതിനാണ് ഈ കരാറ് ഉണ്ടാക്കിയത്. ചോദ്യം 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധം മദീന കരാറിലൂടെ എങ്ങനെ വായിച്ചെടുക്കാം? ഉത്തരം: മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി. ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. ആളുകൾ ബഹുമാനത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു. എല്ലാവരുടെയും അവകാശങ്ങളും കടമകളും ഉറപ്പാക്കാൻ ഈ കരാറിന് സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആളുകൾക്കും നീതിയും സമാധാനവും ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. ചോദ്യം 3. ഈ കരാറിലെ മൂല്യങ്ങളുടെ ഇക്കാലത്തെ പ്രസക്തി ഇന്ത്യൻ സാഹചര്യത്തിൽ ചർച്ച ചെയ്യുക. ഉത്തരം: നമ്മുടെ ഇന്ത്യയിൽ പല മതസ്ഥരും ജീവിക്കുമ്പോൾ പരസ്പരം സാഹോദര്യത്തോടെ ജീവിക്കണം എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ അതിന് വിപരീതമായി ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നതിലൂടെ പലരുടെയും ജീവിതം തകരുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു എന്നതും നാം കാണുന്ന സത്യമാണ്. എന്നാൽ ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള നിയമം കൊണ്ടുവന്നാൽ എല്ലാവർക്കും സമാധാനത്തോടെ നീതിയോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കാം. ഇനി നമുക്ക് ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം, തദ്രീബാത്തിൻ്റെ 3ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. മദീനയിലെ പ്രധാന ജൂത ഗോത്രങ്ങൾ ഏതെല്ലാം? മദീനയിലെ പ്രധാന ജൂതഗോത്രങ്ങൾ ഏതെല്ലാം? ഉത്തരം: ബനു ഖൈനുഖാഅ്, ബനു ഖുറൈള, ബനു നദീർ. ബനു ഖൈനുഖാഅ്, ബനു ഖുറൈള, ബനു നദീർ. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് കരാറുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ വിഭാഗങ്ങളുടെ നേതാക്കളോടൊപ്പം ഇരുന്ന് ഒരു കരാറ് ഉണ്ടാക്കി. ചോദ്യം 3. മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാം? മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാം? ഉത്തരം: ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടനയാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചു. ഇതെല്ലാം മദീന കരാറ് കൊണ്ടുള്ള പ്രധാന നേട്ടങ്ങളാണ്. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.